everyone, welcome back. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാനാലും സങ്കടപ്പെടാനാലും ഒരു കാരണം കിട്ടാറുണ്ടല്ലേ? അതുപോലെ തന്നെ കേട്ടോ എനിക്ക് വീഡിയോ ചെയ്യാനും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കിട്ടാറുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എന്നോട് കുറച്ച് ആൻസേഴ്സ് പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ചെയ്തതെന്നുള്ളത്. ഇപ്രാവശ്യം അതുപോലെ തന്നെയാണ്. ഞാനൊരു മെസ്സേജ് അയച്ചു, അതിന് വന്ന് എനിക്കൊരു റിപ്ലൈ ഉണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ റിപ്ലൈ എന്താണെന്നല്ലേ? IDK. അതായിരുന്നു. Aren't you curious to know what that is? Let's begin the video. അപ്പോൾ ഞാൻ പറഞ്ഞു IDK. അത് ഏത് മെസ്സേജാണെന്നല്ലേ? ഞാൻ ചോദിച്ചു ഡു യു നോ ദ ഷോപ്പിംഗ് സെൻറ്റർ നിയർ ദാറ്റ് പ്ലേസ് എന്ന് ചോദിച്ചു ഒരാളോട്. അപ്പോൾ അയാൾ പറഞ്ഞു IDK. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് പിടി കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ആലോചിച്ചത് I don't know ഇതിനെയാണ് പറയണതല്ലേ എന്ന്. പിന്നെ ഇൻ്റർനെറ്റിൽ പോയിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്തു. കുറച്ച് ക്യൂരിയസ് ആയതുകൊണ്ട് സെർച്ച് ചെയ്തതാണ്. ഇതുപോലെ പലതും ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അല്ലേ, why can't we be smarter than others? So there are a lot of abbreviations like this. Okay, abbreviations എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഷോർട്ട് ഫോംസ് ആണ്. പിന്നെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ഒരു സമയം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് ഈ നോക്കിയയുടെയൊക്കെ ഫോൺസ് ഉള്ള സമയത്ത് നമ്മൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത്ര ക്യാരക്ടേഴ്സേ അയക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ക്യാരക്ടേഴ്സ് കഴിയുമ്പോൾ ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യുന്നൊരു ചാർജ് കൂട്ടിയെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സ്മാർട്ടാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, വളരെ ഷോർട്ടായിട്ട് വേഗം മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരൊറ്റ മെസ്സേജിൽ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. ശരിയായിരിക്കും അല്ലേ? നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. IDK എന്നാണ് എനിക്ക് റിസീവ് ചെയ്ത മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അത് I don't know എന്നതിൻ്റെ അബ്രീവിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എനിക്കറിയില്ല എന്നൊരു മെസ്സേജ് അയക്കണമെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് IDK എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഡു യു നോ വേർ ദാറ്റ് ഷോപ്പിംഗ് സെൻറ്റർ ഇസ് എന്ന് ഞാൻ ചോദിച്ചു. അതിന് IDK. വളരെ ഈസി ആണല്ലേ. വെറുതെ I don't know എന്നൊക്കെ ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയമാവും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഏതൊരു ആൻസറും എനിക്കറിയില്ല എന്നൊരു ആൻസർ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ IDK എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് OMG. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, oh my god എന്ന് നമുക്ക് പറയേണ്ട അവസ്ഥ വരുമ്പോൾ ഈ OMG എന്നുള്ളത് അയച്ചാൽ മതി. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. എനിക്കൊരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നറിയോ, ഡു യു നോ വാട്ട് ഐ ഫൗണ്ട് ഇൻ മൈ ഹൗസ് ടുഡേ, ഡു യു നോ വാട്ട് ഐ ഡിഡ് ടുഡേ മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ക്രേസി ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ അയക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, oh my god വാട്ട്സ് ദാറ്റ് എന്ന് ചോദിക്കില്ലേ. ചിലപ്പോൾ ഒന്നും കൂടെ എഫക്റ്റ് കൂട്ടാൻ വേണ്ടി ഈ കണ്ണൊക്കെ ഉരുട്ടി നിൽക്കുന്ന ഒരു ഇമോജിയും കൂടെ അയച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി. ഓക്കെ, സോ oh my god എന്ന് നിങ്ങൾക്ക് എവിടെയൊക്കെ പറയണമെന്നുണ്ടോ, അതായത് എൻ്റെ ദൈവമേ എന്ന് നമ്മൾ വിളിച്ചു പോകുന്ന അവസ്ഥകൾ. ഓക്കെ, അവിടെയാണ് നമ്മൾ ഈ OMG എന്നുള്ള അബ്രീവിയേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാനിപ്പോൾ പറഞ്ഞതൊരു വളരെ ഫണ്ണിയായിട്ടുള്ളൊരു കേസാണ്. പക്ഷേ സീരിയസ് ആയിട്ടുള്ളതും വരും കേട്ടോ. ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ നമുക്ക് അയക്കും അല്ലേ, I lost my purse, he met with an accident. നമ്മൾ അറിയാണ്ട് വിളിച്ചു പോകും, oh my god I think everything is okay എന്ന് പറയും. അപ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരെയും നമുക്ക് OMG എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് COD. ഷോപ്പിങ്ങിൽ താല്പര്യമുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ അത്. ഇതിന് ഞാൻ ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ടൊരു സൈറ്റിൽ ഓർഡർ ചെയ്യാണ്. ഓക്കെ, നമുക്ക് എപ്പോഴും ഭയങ്കര കോഷ്യസ് ആയിരിക്കണം കേട്ടോ. ഞാനത് ചെയ്തില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് ഓർഡർ ചെയ്യാമെന്ന്. ഒന്നും നോക്കിയില്ല, പൈസ അടച്ചു. അതായത് വളരെ ചെറിയൊരു എമൗണ്ടാണ്, എന്നാലും ഞാനത് അങ്ങോട്ട് അടച്ചു. അവസാനം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷും പോയി, സാധനവും കിട്ടിയില്ല. എൻ്റെ തന്നെ മിസ്റ്റേക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയണത്. നിങ്ങൾ പുതിയതായിട്ടൊരു സൈറ്റ് ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ ഇഫ് ഇറ്റ്സ് നോട്ട് ട്രസ്റ്റ് വർത്തി, നിങ്ങൾക്ക് ഇഫ് യു ആർ വെരി ഡൗട്ട്ഫുൾ അബൌട്ട് ദ സൈറ്റ്, യു ക്യാൻ ഗോ ഫോർ ദിസ് ഓപ്ഷൻ. ഓക്കെ, COD എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾക്ക് സാധനം കിട്ടുമ്പോൾ നിങ്ങൾ പൈസ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ മെസ്സേജ് അയക്കുകയാണെങ്കിലും ചിലപ്പോൾ ആ സൈറ്റിൽ നമ്മൾ ചോദിക്കും ഇസ് COD അവൈലബിൾ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഈ COD ഓപ്ഷൻ അവൈലബിൾ ഇൻ യുവർ സൈറ്റ് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ക്യാഷ് ഓൺ ഡെലിവറി. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഈ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് TTYL. കേൾക്കുമ്പോൾ DDLJ എന്നൊക്കെ കേൾക്കണ പോലെ ഒരു ഫീൽ ഉണ്ടല്ലേ. ഒരു മൂവി ഉണ്ടല്ലോ, ഷാറുഖ് ഖാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇത് മൂവി ആയിട്ടൊന്നും ഒരു ബന്ധമില്ല കേട്ടോ. ദിസ് ഈസ് ജസ്റ്റ് ടോക്ക് ടു യു ലേറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾക്ക് തിരക്കുള്ള സമയത്ത് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് സെൻഡ് ദിസ് മെസ്സേജ് TTYL. ഓക്കെ, ഐ ആം ബിസി TTYL.
അപ്പം നിങ്ങൾ അയക്കുകയാണെങ്കിലും വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അയക്കുകയാണെങ്കിലും യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് കോൾ ദാറ്റ് പേഴ്സൺ അഗൈൻ ബിക്കോസ് അവർ വളരെ തിരക്കിലായതുകൊണ്ട് അങ്ങനെ അയച്ചിട്ടുള്ളത്. ഇപ്പം സംസാരിക്കാൻ യാതൊരു നിവൃത്തിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ദാറ്റ് ഇസ് TTYL, talk to you later. ഇനി അടുത്ത ഓപ്ഷൻ എല്ലാവർക്കും നന്നായിട്ട് അറിയണ ഒരു ഓപ്ഷനാണ് കേട്ടോ, WFH. എന്താണെന്നല്ലേ, വർക്ക് ഫ്രം ഹോം. ഇപ്പം എല്ലാവരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ. ലോക്ക്ഡൗൺ ആണ്, നമുക്ക് എവിടെയും പോയി വർക്ക് ചെയ്യാനൊന്നുള്ള ഒരു സൗകര്യമില്ല. സോ എവറി കമ്പനി ഈസ് പ്രൊവൈഡിങ് ദിസ് ഓപ്ഷൻ, വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ. അപ്പോൾ WFH എന്നുള്ളൊരു ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, വർക്ക് ഫ്രം ഹോം അത്രയേ ഉള്ളൂ കേട്ടോ. സോ വേർ ആർ യു വർക്കിംഗ് അല്ലെങ്കിൽ വേർ ഡു യു വർക്ക്, ആർ യു അറ്റ് ഓഫീസ് എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി കൊടുക്കാം നോ, WFH, നോ, വർക്ക് ഫ്രം ഹോം ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ഓക്കെ, സോ അത് അത്രയേ ഉള്ളൂ, WFH, വർക്ക് ഫ്രം ഹോം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ ചില സമയത്ത് പറയൂല്ലേ, കുഴപ്പമില്ല അതിനെക്കുറിച്ച് അത്ര ബോദർ ചെയ്യേണ്ട, ഇറ്റ് വാസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് പറയുന്നതാണ് നെവർ മൈൻഡ്. ഓക്കെ, നെവർ മൈൻഡ്. അപ്പോൾ നമ്മൾ അതെങ്ങനെ അയക്കുക, NVM. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജിലായാലും സ്കൂളിലായാലും ഓഫീസിലായാലും നമ്മൾ ചില സമയത്ത് പെണ്ണൊക്കെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നല്ല മിക്കവാറും നമുക്കത് തിരിച്ച് കിട്ടാറില്ലല്ലേ. പക്ഷേ അവർ ചിലപ്പോൾ മെസ്സേജ് അയക്കും കേട്ടോ, ഐ ലോസ്റ്റ് യുവർ പെൻ, ഐ എം സോ സോറി. അപ്പോൾ നമ്മൾക്ക് അത്ര അത്യാവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് അയക്കാം നെവർ മൈൻഡ്, ഐ ഹാവ് ഗോട്ട് അനദർ വൺ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അതിനെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ ഒരു വേറൊരു പെണ്ണുണ്ട് എന്നാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻ യു ബൈ സംതിങ് ഫോർ മീ എന്ന് നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ ക്യാൻ യു ബൈ സം മിൽക്ക് ഫോർ മീ. പെട്ടെന്നായിരിക്കും നമ്മൾ കണ്ടത്, ഇല്ല കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഉടൻ തന്നെ മെസ്സേജ് നെവർ മൈൻഡ്, ഐ ഹാവ് ഇറ്റ്, കുഴപ്പമില്ല വാങ്ങിക്കേണ്ട, എൻ്റെ കയ്യിലുണ്ട്, സോ ഡോണ്ട് ഹാവ് ടു ബൈ എന്ന് പറയുന്നു. ഓക്കെ, സോ നെവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, അത്ര വലിയ കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തതാണ് BFF. ഓക്കെ, അത് വേറെ ഒന്നുമല്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. നമ്മൾക്ക് വളരെ സന്തോഷമായിട്ട് എന്തെങ്കിലും ഫ്രണ്ട്സ് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ വളരെ ലവിങ് ആയിട്ടൊരു മെസ്സേജൊക്കെ അയക്കുകയാണെങ്കിൽ നമ്മൾ അയക്കില്ലേ BFF അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ആണ് നമ്മൾ ആ ഒരു അല്ലെങ്കിൽ ഒരു ഇമേജ് അയക്കുകയാണ് ആരെങ്കിലും. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ലൊരു ഇമേജാണിത് എന്ന് പറയുമ്പോൾ വി ആർ BFF, അതായത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ആണ്, ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമോ നമ്മൾ അങ്ങനെ BFF എന്നയക്കാം, ദാറ്റ് ഇസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് അബ്രീവിയേഷൻസ് ഇതുപോലെ ഉണ്ട് കേട്ടോ. ടെക്സ്റ്റിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഞാൻ അത് മുഴുവൻ ഇന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ എനിക്ക് ഈ ഒരു ദിവസം മതിയാവില്ല, അത്രയ്ക്കുണ്ട്. അപ്പോൾ നമുക്കത് വേറൊരു വീഡിയോയിൽ ചെയ്യാം ഇതിൻ്റെ ബാക്കി. ഓക്കെ, സോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. സോ യൂസ് ഓൾ ദീസ് abbreviations in your texting and prove that you're smarter than everyone else and you can impress everyone by using all these things. Okay, so athre allu. Okay, bye bye.